നമസ്കാരം. കേരള വിഷൻ ടൈം ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. അറബിക്കടലിൽ കണ്ണൂർ അഴീക്കലടുത്ത് തീപിടിച്ച സിംഗപ്പൂർ കപ്പലിലെ ഗ്യാസ് ടാങ്കറും സുരക്ഷാ ബോട്ടും ആലപ്പുഴ ജില്ലയുടെ തീരത്തടിഞ്ഞു. ആലപ്പുഴ ബീച്ചിൽ കുളിക്കുന്നതിനിടെ തിരയിൽപ്പെട്ട് കാണാതായ വിദ്യാർത്ഥിയുടെ മൃതദേഹം കണ്ടെത്തി. നൂറനാട് താമരക്കുളത്ത് പന്നിക്ക് വെച്ച കെണിയിൽ വീണ കർഷകൻ മരിച്ചു. താമരക്കുളം കിഴക്കേമുറി പുത്തൻചന്ത പ്രസന്ന ഭവനത്തിൽ ശിവൻകുട്ടി കെ പിള്ളയാണ് മരിച്ചത്. കാലവർഷം തുടരുന്നതോടെ ആലപ്പുഴ ജില്ലയുടെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി തുടങ്ങി. ഗ്രാമീണ റോഡുകളിൽ പലയിടത്തും വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടു. വിശദമായ വാർത്തകളിലേക്ക്. അറബിക്കടലിൽ കണ്ണൂർ അഴീക്കോടിനടുത്ത് കടലിൽ തീപിടിച്ച സിംഗപ്പൂർ കപ്പലിൽ ഉണ്ടായിരുന്ന ഗ്യാസ് ടാങ്കറും സുരക്ഷാ ബോട്ടും ആലപ്പുഴയുടെ തീരത്തടിഞ്ഞു. അമ്പലപ്പുഴ വളഞ്ഞവഴി കടപ്പുറത്ത് ഗ്യാസ് ടാങ്കർ തീരത്തടിഞ്ഞു. തിങ്കളാഴ്ച പുലർച്ചെയോടെയാണ് ടാങ്കർ തീരത്തടിഞ്ഞത്. വാൻഹായ് 503 എന്ന കപ്പലിൽ നിന്ന് കടലിലേക്ക് മറിഞ്ഞ ടാങ്കറാണിതെന്നാണ് സംശയം. ഗ്യാസ് ടാങ്കറാണെന്നാണ് പ്രാഥമിക നിഗമനം. ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ പരിശോധന നടത്തി. ഒരു 6:30 രാവിലെ ഇപ്പോൾ നമ്മളിതിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്ത് കപ്പലിലുള്ള നമ്മുടെ തന്നെ പ്രദേശത്ത് ഒരാൾക്ക് അയച്ചു കൊടുത്തപ്പോൾ കപ്പലിനുള്ളിലെ തന്നെ ഗ്യാസാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഗ്യാസ് ടാങ്കറാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഏതായാലും എല്ലാ പോലീസ് ഉദ്യോഗസ്ഥരെല്ലാവരും വന്നിട്ടുണ്ട്. കളക്ടർ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഇവിടെ എത്തുമെന്ന് പറഞ്ഞു. അതിനുശേഷം ഇത് കടലിൽ വെച്ച് തന്നെ നിർജ്ജീവമാക്കാന്നുള്ള രീതിയിലും പറയുന്നുണ്ട്. അപ്പോൾ എന്തുവാണ് ഇതിൻ്റെ അകത്ത് ഗ്യാസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് പോലും കൃത്യമായിട്ട് അറിയാൻ പറ്റുന്നില്ല. പക്ഷേ ആ ടാങ്ക് കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ടെട്രാപോളിൽ അടിച്ച് അത് ചിലപ്പോൾ അതിന് ഹോള് വീഴാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതയും നിലനിൽക്കുന്നു. ഞായറാഴ്ച രാത്രി 9:30 വാൻഹായ് 503 കപ്പലിൽ നിന്ന് ഒരു ബോട്ട് ഒഴുകിയെത്തിയിരുന്നു. പുന്നപ്ര വാടക്കൽ അറപ്പപ്പുഴ തീരത്താണ് ബോട്ട് അടിഞ്ഞത്. വാൻഹായ് 503 സിംഗപ്പൂർ എന്ന ബോട്ടിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പരിസരത്തെ കച്ചവടക്കാരൻ ജോൺ പോളാണ് ആദ്യം ബോട്ട് കണ്ടത്. അദ്ദേഹം പഞ്ചായത്ത് അംഗം സാജൻ എബ്രഹാമിനെ വിവരമറിയിച്ചു. തുടർന്ന് പുന്നപ്ര പോലീസും പഞ്ചായത്ത് റവന്യൂ അധികൃതരുമായി എത്തി പരിശോധന നടത്തി. 8 പേർക്ക് കയറാനാകുന്ന രക്ഷാബോട്ടാണിത്. ലൈഫ് ജാക്കറ്റുകളും മരുന്നുകളും എഞ്ചിനും മാത്രമാണ് ബോട്ടിലുള്ളതെന്ന് പോലീസ് പറഞ്ഞു. പോലീസ് വടം ഉപയോഗിച്ച ബോട്ട് സമീപത്തെ മരത്തിൽ കെട്ടി. ടൈം ന്യൂസ്, ആലപ്പുഴ. ആലപ്പുഴ ബീച്ചിൽ കുളിക്കുന്നതിനിടെ തിരയിൽപ്പെട്ട് കാണാതായ വിദ്യാർത്ഥിയുടെ മൃതദേഹം കണ്ടെത്തി. ആലപ്പുഴ ബീച്ചിൽ കുളിക്കുന്നതിനിടെ തിരയിൽപ്പെട്ട് കാണാതായ വിദ്യാർത്ഥിയുടെ മൃതദേഹം കണ്ടെത്തി. അമ്പലപ്പുഴ പുറക്കാട് തീരത്താണ് മൃതദേഹം കണ്ടെത്തിയത്. ആലപ്പുഴ പാലസ് വാർഡ് കൊട്ടാരച്ചിറയിൽ ജോസഫിന്റെ മകൻ ഡോൺ തോമസിന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. 15 വയസ്സായിരുന്നു. ഞായറാഴ്ച വൈകിട്ട് ആലപ്പുഴ ബീച്ചിൽ കൂട്ടുകാർക്കൊപ്പം കുളിക്കുന്നതിനിടെ തിരയിൽപ്പെടുകയായിരുന്നു. പോലീസിന്റെയും ഫയർഫോഴ്സിന്റെയും ലൈഫ് ഗാർഡിന്റെയും ഏറെ നേരത്തെ തിരച്ചിൽ വിഫലമായി. തുടർന്നാണ് അമ്പലപ്പുഴ പുറക്കാട് തീരത്ത് തിങ്കളാഴ്ച രാവിലെ മൃതദേഹം കണ്ടെത്തിയത്. ടൈം ന്യൂസ്, ആലപ്പുഴ. നൂറനാട് പന്നിക്ക് വെച്ച കെണിയിൽ വീണ കർഷകൻ മരിച്ചു. താമരക്കുളം കിഴക്കേമുറി പുത്തൻചന്ത പ്രസന്ന ഭവനത്തിൽ ശിവൻകുട്ടി കെ പിള്ളയാണ് മരിച്ചത്. നൂറനാട് താമരക്കുളത്ത് പന്നിക്ക് വെച്ച കെണിയിൽ വീണ കർഷകൻ മരിച്ചു. താമരക്കുളം കിഴക്കേമുറി പുത്തൻചന്ത പ്രസന്ന ഭവനത്തിൽ ശിവൻകുട്ടി കെ പിള്ളയാണ് മരിച്ചത്. കുവരവയലിൽ പന്നിക്ക് വെച്ച കെണിയിൽ തിങ്കളാഴ്ച രാവിലെ ഇയാളെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. തൊഴിലുറപ്പ് തൊഴിലാളികളാണ് ആദ്യം ഇയാളെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അതേസമയം കെണിയിൽ അകപ്പെട്ട് തന്നെയാണോ മരണമെന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടില്ല. പ്രാഥമിക അന്വേഷണത്തിന് ശേഷം മാത്രമേ ഇത് സ്ഥിരീകരിക്കാൻ കഴിയുകയുള്ളൂ എന്ന് പോലീസ് പറഞ്ഞു. താമരക്കുളം നൂറനാട് പ്രദേശങ്ങളിൽ പന്നിശല്യം മുൻപും വ്യാപകമായിരുന്നു. ഇതിനാൽ തന്നെ ഇവിടെ പന്നിയുടെ ശല്യം ഒഴിവാക്കാൻ കെണിവെക്കുന്നത് പതിവാണ്. ശിവൻകുട്ടിയുടെ മൃതദേഹം നൂറനാട് സ്വകാര്യ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. ടൈം ന്യൂസ്, ആലപ്പുഴ. കാലവർഷം ശക്തമായി തുടരുന്നതോടെ ആലപ്പുഴ ജില്ലയുടെ താഴ്ന്ന പ്രദേശങ്ങളിൽ വീണ്ടും വെള്ളക്കെട്ടായി. ഗ്രാമീണ റോഡുകൾ പലതും വെള്ളക്കെട്ടിന് സമാനം. കാലവർഷം തുടരുന്നതോടെ ആലപ്പുഴ ജില്ലയുടെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി തുടങ്ങി. ഗ്രാമീണ റോഡുകളിൽ പലയിടങ്ങളിലും വെള്ളക്കെട്ടുകളുണ്ടായി. 2 ആഴ്ച മുൻപ് പൊങ്ങിയ വെള്ളം പൂർണ്ണമായി താഴുന്നതിന് മുൻപേ ശക്തമായ മഴ തുടങ്ങിയതോടെ കുട്ടനാട് വീണ്ടും വെള്ളപ്പൊക്ക ഭീഷണിയിലായി. ജലനിരപ്പ് അപകടനില തൊട്ടത് ആശങ്ക കൂട്ടുന്നു. വൈകുന്നേരങ്ങളിൽ ഉണ്ടാവുന്ന വേലിയേറ്റം സ്ഥിതി രൂക്ഷമാക്കുന്നുണ്ട്. പാടശേഖരങ്ങളുടെ ബണ്ട് കവിഞ്ഞ വെള്ളം വീടുകളുടെ മുറ്റത്തേക്ക് കയറി തുടങ്ങി. മഴ കനക്കുന്നതിനോടൊപ്പം കിഴക്ക് നിന്നുള്ള വെള്ളത്തിന്റെ വരവ് കൂടിയാകുമ്പോൾ വരും ദിവസങ്ങളിൽ വെള്ളപ്പൊക്കം കൂടുതൽ രൂക്ഷമാകാനാണ് സാധ്യത. രണ്ടാം കൃഷി ഉപയോഗിക്കേണ്ടി വരുന്ന പാടശേഖരങ്ങൾക്ക് സമീപം താമസിക്കുന്നവരുടെ അവസ്ഥ കൂടുതൽ ദയനീയമാകും. അപ്പർ കുട്ടനാട് മേഖലയും വെള്ളം കയറി തുടങ്ങിയിട്ടുണ്ട്. തീരദേശ മേഖലയും ആശങ്കയുടെ നിഴലിലാണ്. കടൽ പ്രക്ഷുബ്ധമാണ്. ജലനിരപ്പ് ഉയർന്നതോടെ തോട്ടപ്പള്ളി സ്പിൽവേയുടെ ഷട്ടറുകളിൽ 35 എണ്ണം തുറന്നു. പമ്പ അച്ചൻകോവിൽ ആറുകളിലും ഉയർന്ന ജലനിരപ്പ് അതേപടി തുടരുന്നു. ചേർത്തല തെക്കിലും ഒറ്റമശ്ശേരിയിലുമായി 2 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. 57 പേർ ക്യാമ്പിലുണ്ട്. ഞായറാഴ്ച വൈകിട്ടും രാത്രിയും ഉണ്ടായ ശക്തമായ കാറ്റിൽ ആലപ്പുഴ നഗരത്തിലും പരിസര പ്രദേശങ്ങളിലും ഒട്ടേറെ വീടുകൾക്ക് നാശനഷ്ടമുണ്ടായി. മരം വീണ വൈദ്യുതിയും നിലച്ചു. അറബിക്കടലിൽ കാറ്റിന്റെ വേഗം മണിക്കൂറിൽ 70 കിലോമീറ്ററിന് മുകളിൽ വീശാൻ സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പ് നൽകിയിരുന്നു. ടൈം ന്യൂസ്, ആലപ്പുഴ.
ദിവസങ്ങളായി പെയ്യുന്ന മഴയിൽ അപ്പർ കുട്ടനാട് വീണ്ടും മുങ്ങിത്തുടങ്ങുന്നു. പമ്പ, മണിമലയാറുകളിലെ ജലനിരപ്പ് ഉയരുന്നുണ്ട്. ദിവസങ്ങളായി പെയ്യുന്ന കനത്ത മഴയിൽ അപ്പർ കുട്ടനാട് വീണ്ടും വെള്ളത്തിൽ മുങ്ങുന്നു. ജൂൺ ആദ്യ ദിനങ്ങളിൽ പെയ്ത ശക്തമായ മഴയിലും കിഴക്കൻ വെള്ളത്തിന്റെ വരവിലും ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്ന ക്യാമ്പുകളിൽ അഭയം തേടിയ ദുരിതബാധിതർ മടങ്ങിയെത്തി ദിവസങ്ങൾ കഴിയുമ്പോഴാണ് അടുത്ത മഴയെത്തിയത്. ഏതാനും ദിവസങ്ങളിലായി ഒറ്റപ്പെട്ട ശക്തമായ മഴ പെയ്തെങ്കിലും ജലനിരപ്പിന് കാര്യമായ മാറ്റം സംഭവിച്ചിരുന്നില്ല. 3 ദിവസം മുതൽ മഴ ശക്തി പ്രാപിക്കുകയും കിഴക്കൻ വെള്ളം എത്തുകയും ചെയ്തതോടെ വീണ്ടും വെള്ളപ്പൊക്കത്തെ അപ്പർ കുട്ടനാട്ടുകാർ അഭിമുഖീകരിക്കേണ്ട അവസ്ഥയാണ്. പമ്പ, മണിമലയാറുകളിൽ ജലനിരപ്പ് ഉയർന്നു തുടങ്ങി. പ്രദേശങ്ങളിലെ കനത്ത മഴയും വെള്ളപ്പൊക്കത്തിന് ആക്കം കൂട്ടിയിട്ടുണ്ട്. പതിവ് പോലെ തലവടി പഞ്ചായത്തിലാണ് വെള്ളം ആദ്യം എത്തിയത്. പ്രദേശത്തെ താഴ്ന്ന സ്ഥലങ്ങൾ വെള്ളത്തിൽ മുങ്ങി. തലവടി 10-ാം വാർഡിലെ താമസക്കാരുടെ വീട്ടുമുറ്റത്ത് ഒരടിയിലേറെ വെള്ളം ഉയർന്നിട്ടുണ്ട്. മഴ തുടരുകയും കിഴക്കൻ വെള്ളത്തിന്റെ വരവ് വർദ്ധിക്കുകയും ചെയ്താൽ വൈകിട്ടോടെ വീടുകളിൽ വെള്ളം കയറാനുമുള്ള സാധ്യതയുണ്ട്. തലവടി, കുന്നുമ്മൽ, കുതിരച്ചാൽ പ്രദേശങ്ങളിലെ താമസക്കാരാണ് ഏറെ ദുരിതം അനുഭവിക്കേണ്ടി വരുന്നത്. ആഴ്ചകൾക്ക് മുൻപുണ്ടായ വെള്ളപ്പൊക്കത്തിൽ കുന്നുമ്മാടി, കുതിരച്ചാൽ പ്രദേശത്തെ നിരവധി താമസക്കാരാണ് ക്യാമ്പുകളിൽ അഭയം തേടിയത്. ക്യാമ്പുകളിൽ നിന്ന് മടങ്ങിയെത്തി വീടും പരിസരവും വൃത്തിയാക്കി താമസം ആരംഭിക്കാൻ തുടങ്ങുമ്പോഴാണ് കാലവർഷം വീണ്ടും കനത്തത്. പ്രദേശത്തെ ഇടവഴികളിൽ ഇപ്പോൾ തന്നെ ഒരടിയിലേറെ വെള്ളം ഉയർന്നിട്ടുണ്ട്. ഏത് സമയവും വീടുകളിൽ വെള്ളം ഇരച്ചെത്താവുന്ന അവസ്ഥയാണ്. കുട്ടികളും വൃദ്ധരും അംഗപരിമിതരും കിടപ്പ് രോഗികളും ഉൾപ്പെടെ നിരവധി താമസക്കാർ കുന്നുമ്മാടി, കുതിരച്ചാൽ പ്രദേശങ്ങളിലുണ്ട്. ഒട്ടുമിക്ക താമസക്കാരും കൂലിപ്പണി ചെയ്ത ഉപജീവനമാർഗം കണ്ടെത്തുന്നവരാണ്. കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിൽ തന്നെ വീട്ടുപകരണങ്ങൾ ഉൾപ്പെടെ നിരവധി നിത്യോപക സാധനങ്ങൾ നശിച്ച ലക്ഷങ്ങളുടെ നാശനഷ്ടം വന്നിരുന്നു. ഇനിയൊരു വെള്ളപ്പൊക്കം താങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ്. തലവടി പ്രദേശങ്ങളിൽ മാത്രമല്ല ദുരിതം അനുഭവിക്കുന്നത്. മുട്ടാർ, വിയ്യപുരം, എടത്വ, തകഴി പഞ്ചായത്തിലും സമാന അവസ്ഥയാണ് ഉള്ളത്. ഈ പ്രദേശങ്ങളിലെ താഴ്ന്ന സ്ഥലങ്ങളും വെള്ളത്തിൽ മുങ്ങിയിട്ടുണ്ട്. കിഴക്കൻ വെള്ളത്തിന്റെ വരവ് വർദ്ധിച്ചാൽ പ്രദേശം വെള്ളത്തിൽ മുങ്ങുകയും ജനജീവിതം താറുമാറാവുകയും ചെയ്യും. ടൈം ന്യൂസ്, ആലപ്പുഴ. അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ പാൽപ്പായസത്തിന്റെ വില 1 ലിറ്ററിന് 260 രൂപയായി വർദ്ധിപ്പിക്കുവാൻ ദേവസ്വം ബോർഡിന്റെ തീരുമാനം. അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പാൽപ്പായസത്തിന്റെ വില ലിറ്ററിന് 260 രൂപയായി വർദ്ധിപ്പിക്കാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തീരുമാനം. നിലവിൽ 160 രൂപയാണ്. 10 കൊല്ലം മുൻപാണ് നിരക്ക് വർദ്ധിപ്പിച്ചത്. ദിവസവും 30% പായസം ഭക്തർക്ക് ഓൺലൈനായി ബുക്ക് ചെയ്യാനാകും. പരമാവധി ഭക്തർക്ക് പായസം ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ ഒരു യൂസർ ഐഡിയിൽ നിന്ന് 1 ലിറ്ററും ആഴ്ചയിൽ ഒരിക്കലും മാത്രമേ ഓൺലൈൻ ബുക്കിംഗ് അനുവദിക്കൂ. പാൽപ്പായസത്തിന്റെ വ്യാജ ബോട്ടിലുകൾ തടയാൻ ദേവസ്വം ബോർഡിന്റെ ഹോളോഗ്രാം സ്റ്റിക്കർ പതിക്കും. നേരിട്ടുള്ള ബുക്കിങ്ങിന് ടോക്കൺ ഏർപ്പെടുത്തും. ടൈം ന്യൂസ്, ആലപ്പുഴ. താഴെത്തട്ടിൽ ദുരിതം അനുഭവിക്കുന്നവരുടെ ക്ഷേമത്തിനായി സൈമ എല്ലാ ജില്ലകളിലും ബ്ലോക്കുകളിലും താലൂക്കുകളിലും മണ്ഡലാടിസ്ഥാനത്തിലും കമ്മിറ്റി രൂപീകരിച്ചു വരുന്നതായി സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇൻവെസ്റ്റേഴ്സ് ആൻഡ് മീഡിയേറ്റേഴ്സ് എന്ന് പറയുന്ന സംഘടനയുടെ പ്രവർത്തകരാണ്. അപ്പോൾ സംഘടന തുടങ്ങിയിട്ട് കുറച്ച് നാളായി. അതായത് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരുടെ അവർക്ക് ദൈനംദിനമായി ഉണ്ടാകുന്ന 100,000 പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾക്ക് കേന്ദ്രീകൃതമായി അത് പരിഹരിക്കുന്ന ഒരു സംഘടന ഇന്നവരേക്ക് കേരളത്തിൽ നിലവിലില്ല. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എല്ലാ രാഷ്ട്രീയക്കാരെയും ജാതിയിലും മതത്തിലും അതീതമായിട്ട് അവരെയെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഇത്തരത്തിലൊരു സംഘടന ഗവൺമെൻറ്റിൻ്റെ എല്ലാത്തരം രജിസ്ട്രേഷനുകളും കരസ്ഥമാക്കിക്കൊണ്ട് കേരളത്തിലാകമാനം പ്രവർത്തനം വ്യാപിപ്പിക്കുകയാണ് ഈ സംഘടനയുടെ ലക്ഷ്യം. അതിലുപരിയായിട്ട് ഈ സംഘടന ഇത്തരത്തിൽ ഒത്തിരി ആൾക്കാരെ കൂട്ടിക്കൊണ്ട് ഈ മേഖലയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ, ഇത് നിർമ്മാണ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർ, അത്തരത്തിൽ എല്ലാ ആൾക്കാരെയും ഒരു പ്ലാറ്റ്ഫോമിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ക്രിയാത്മകമായിട്ട് ഇവരുടെ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഒരു നിശ്ചിത വേതനമില്ലാതെ പ്രവർത്തിക്കുന്ന അസംഘടിത മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു രീതിയാണ് ഇപ്പോൾ കേരളത്തിലാകമാനമുള്ളത്. ഇതിനൊരു പരിഹാരം കാണുവാനും അവർക്കുണ്ടാകുന്ന ദൈനംദിനമായിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ട് രാഷ്ട്രീയത്തിനും ജാതിക്കും ഉപരിയായിട്ട് അതിൽ നിന്നുകൊണ്ട് അവരുടെ പ്രവർത്തനങ്ങളിൽ ഇടപെട്ട് അവർക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ ന്യായമായി പരിഹരിക്കുക എന്നുള്ളതാണ് ഈ സൈമ എന്ന് പറയുന്ന ഈ സംഘടന ലക്ഷ്യം. അപ്പോൾ അത്തരത്തിൽ ഈ സംഘടന കേരളത്തിലാകമാനം പ്രവർത്തിക്കുമ്പോൾ കേരളത്തിലാകമാനമുള്ള 18 വയസ്സിൽ മികലുള്ള ആർക്കും ഈ സംഘടനയിൽ അംഗങ്ങളാകാം, പ്രവർത്തിക്കാം. അവർക്കുണ്ടാകുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും എല്ലാ വിഷയങ്ങളിലും ഈ സംഘടന ആത്മാർത്ഥമായി അവരോടൊപ്പം നിന്നുകൊണ്ട് ഇടപെട്ടുകൊണ്ട് ക്രിയാത്മകമായ പരിഹാരമുണ്ടാക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഈ സംഘടനയുടെ സൈമയുടെ ആത്യന്തികമായ ലക്ഷ്യം. സംഘടനയുടെ ഏറ്റവും വലിയ ശക്തി എന്നത് ഒരുമിച്ചുള്ള പ്രവർത്തനമാണ്. വ്യക്തിഗത കഴിവുകളും ലക്ഷ്യങ്ങളും പ്രധാനമാണെങ്കിലും അവയെല്ലാം ഒരുമിച്ച് ചേരുമ്പോഴാണ് യഥാർത്ഥത്തിൽ വലിയ നേട്ടങ്ങൾ നമുക്ക് കൈവരിക്കുവാൻ സാധിക്കുന്നത്. ഈ ഡിജിറ്റൽ യുഗത്തിൽ ക്രിയാത്മകമായ മാറ്റങ്ങൾ കൊണ്ടുവരുവാനും നമ്മുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുവാനും ഈ മേഖലകളിലെ ഒരു കൂട്ടായ്മ വളരെ അത്യന്താപേക്ഷിതമാണ്. കൃത്യമായ വേതനമില്ലാതെ ഈ മേഖലകളിൽ ഒരു ഏകോപന വ്യവസ്ഥ കണ്ടെത്തുവാനും ഒറ്റയ്ക്ക് ചെയ്യുവാൻ കഴിയാത്ത പല കാര്യങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ സാധ്യമാകുന്നതും ഓരോരുത്തർക്കും അവരുടേതായ കഴിവുകളും ആശയങ്ങളും ഉണ്ടാവുകയും ഇവയെല്ലാം ഒരുമിച്ച് ഉപയോഗിക്കുമ്പോൾ മികച്ച ഫലങ്ങൾ ലഭിക്കുമെന്നുള്ളതും വെല്ലുവിളികളെ നേരിടുമ്പോൾ ഒരുമിച്ചുള്ള പിന്തുണയും സഹകരണവും ആത്മവിശ്വാസം നൽകുകയും ചെയ്യും. ഒരുമിച്ചുള്ള ഓരോ ചുവടുപ്പും നമ്മെ വലിയ ലക്ഷ്യങ്ങളിലേക്ക് അടുപ്പിക്കും. താഴെത്തട്ടിൽ ദുരിതമനുഭവിക്കുന്ന പാവപ്പെട്ടവരെ
നമുക്ക് കഴിയുന്ന വിധത്തിൽ സഹായിക്കുവാനും സാധിക്കും. നിർമ്മാണ മേഖല, സാമ്പത്തിക മേഖല ഇവയൊക്കെ തമ്മിൽ കൂട്ടിയൊരുമിപ്പിച്ച് പോകുന്ന എല്ലാ മേഖലകളിലും പ്രവർത്തിക്കുന്ന അസംഘടിതരായവരുടെ ക്ഷേമം, ഇൻഷുറൻസ്, ചികിത്സാ സഹായം, പെൻഷൻ കൂടാതെ തൊഴിൽപരമായ തർക്കങ്ങൾ സൗഹൃദപരമായി പരിഹരിക്കുവാൻ സഹായിക്കുക, നീതിയും ധാർമ്മികതയും പ്രോത്സാഹിപ്പിക്കുകയും ആവശ്യങ്ങളും ആശങ്കകളും സർക്കാരിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരികയും നയരൂപീകരണത്തിൽ നമ്മുടെ അഭിപ്രായങ്ങൾ പരിഗണിക്കപ്പെടുന്നുണ്ടെന്ന് ഉറപ്പാക്കുകയും ചെയ്യുക ഇവയൊക്കെയാണ് സിമ എന്ന സംഘടനയുടെ പ്രാഥമിക ലക്ഷ്യങ്ങളെന്നും കേരള സർക്കാരിൻ്റെ എല്ലാവിധ നിയമവ്യവസ്ഥകളും പാലിച്ചുകൊണ്ടാണ് സിമ എന്ന സംഘടന രജിസ്റ്റർ ചെയ്തിരിക്കുന്നതെന്നും കേരളത്തിലെ എല്ലാ ജില്ലകളിലും അസംബ്ലി മണ്ഡലങ്ങളിലും ബ്ലോക്ക് തലത്തിലും പഞ്ചായത്ത് തലത്തിലും വാർഡ് തലത്തിലും കമ്മിറ്റികൾ രൂപീകരിച്ചു വരുന്നതായും MP MLA ഫണ്ടുകൾ, സാംസ്കാരിക തദ്ദേശ വകുപ്പ്, കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, മറ്റ് ധനകാര്യ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നും കിട്ടാവുന്ന എല്ലാവിധ ആനുകൂല്യങ്ങളും പരമാവധി വാങ്ങി സംഘടനയുടെ വളർച്ചയ്ക്കും ജനങ്ങളുടെ ഉന്നമനത്തിനുമായി ഉപയോഗിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് സിമ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ചു വരുന്നതെന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി ദിലീപ് കുമാർ TS, സതീഷ് സത്യൻ, രതീഷ് കുമാർ, റജീബ് പ്രസന്നകുമാർ, ബാലകൃഷ്ണൻ, ഗോപകുമാർ എന്നിവർ ആലപ്പുഴയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ടൈം ന്യൂസ്, ആലപ്പുഴ. ചേർത്തല ടൗൺ SNDP യോഗം 490 നമ്പർ ശാഖയുടെ കീഴിലുള്ള താമരവിളി ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ മഹോത്സവവും ഗുരുദേവ സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളുടെ സമർപ്പണവും ജൂൺ 15 മുതൽ 20 വരെ നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. താമരവിളി ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൻ്റെയും ഗുരുദേവ ക്ഷേത്രത്തിൻ്റെയും പ്രതിഷ്ഠ ജൂൺ മാസം 20-ാം തീയതി രാവിലെ 7-നും 7:45-നും മധ്യേ ബ്രഹ്മശ്രീ സുഗന്ധന്ത്രി അവരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്നു. ജൂൺ മാസം 15-ാം തീയതി രാവിലെ ഭദ്രദീപം തെളിച്ചുകൊണ്ട് ക്ഷേത്ര ചടങ്ങുകൾക്ക് തുടക്കമായി. 6 ദിവസവും ഓരോ മഹൽവിദ്യകൾ ഭദ്രദീപ പ്രകാശനം നടത്തുന്നു. തുടർന്ന് 20-ാം തീയതി 11 മണിക്ക് മഹാസമ്മേളനം ആരംഭിക്കുകയാണ്. പ്രിയങ്കരനായ ശാഖായോഗത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ സന്തോഷ് കുമാർ സ്വാഗതം ആശംസിക്കുകയും തുടർന്ന് SNDP യോഗം ഡയറക്ടർ ബോർഡ് മെമ്പർ ശ്രീ അനിൽ ഇന്ദിവരം ഈ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്നു. പ്രിയങ്കരനായ നമ്മുടെ MLAയും കൃഷി വകുപ്പ് മന്ത്രിയും കൂടിയായ ശ്രീ പ്രസാദ് സാർ അവർ ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നു. SNDP യോഗം ചേർത്തല ടൗൺ 490 ശാഖ താമരവളി സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ മഹോത്സവവും ഗുരുദേവ സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളുടെ സമർപ്പണവും ജൂൺ 15 മുതൽ 20 വരെ നടക്കും. 3-ാം ദിവസം ഉച്ചകഴിഞ്ഞ് ചെങ്ങന്നൂരിൽ നിന്നും ഉപദേവതകളുടെ വിഗ്രഹങ്ങളും മാന്നാറിൽ നിന്ന് താഴെക്കുടവും ഏറ്റുവാങ്ങി ചേർത്തല യൂണിയൻ ഓഫീസ് അങ്കണത്തിൽ എത്തിച്ചേരും. ശനിയാഴ്ച രാവിലെ 7 മണിക്ക് ചാലക്കുടി ബ്രഹ്മശില്പാലയത്തിൽ പൂജാതി കർമ്മങ്ങൾക്ക് ശേഷം ശില്പി ബെന്നി പണിക്കർ ശാന്തികളിൽ നിന്നും ചേർത്തല SNDP 490 ശാഖാ ഭാരവാഹികൾ വിഗ്രഹം ഏറ്റുവാങ്ങും. തുടർന്ന് വൈകിട്ട് 3 മണിക്ക് എല്ലാ വിഗ്രഹങ്ങളും യൂണിയൻ ഭാരവാഹികളുടെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി ചേർത്തല മേഖലാ ചെയർമാൻ KP നടരാജൻ ഫ്ലാഗ് ഓഫ് ചെയ്ത ഘോഷയാത്ര SNDP 490 ശാഖയുടെ വിവിധ ഭാഗങ്ങളിലൂടെ സഞ്ചരിച്ച് മനോരമ കവലയിൽ എത്തിച്ചേരും. അവിടെ നിന്ന് വാദ്യമേളങ്ങളുടെയും താലപ്പൊലിയുടെയും അകമ്പടിയോടെ വൈകിട്ട് 6:30 ക്ഷേത്രാങ്കണത്തിൽ എത്തിച്ചേരുന്നു. 5-ാം ദിവസം വൈകിട്ട് 5 മണിക്ക് താഴികക്കുടം പ്രതിഷ്ഠ നടക്കും. മാസ്റ്റർ അർജുൻ മനോജിന്റെ സോപാന സംഗീതവും ഇതോടൊപ്പം നടക്കും. പ്രതിഷ്ഠാ മഹോത്സവ ദിവസമായ 6-ാം ദിവസം രാവിലെ 6-ന് ഗുരുപൂജ, ഗണപതി ഹോമം, പ്രതിഷ്ഠാഹോമം, ബിംബവും കലശവും, ശ്രീകലത്ത് എഴുന്നള്ളിത്ത രാവിലെ 7-നും 7:45-നും മധ്യേ ബിംബ പ്രതിഷ്ഠാകർമ്മം എന്നിവയും നടക്കും. തുടർന്ന് 10-ന് ക്ഷേത്ര സമർപ്പണ സമ്മേളനം നടക്കും. പ്രതിഷ്ഠാഘോഷ കമ്മിറ്റി ചെയർമാൻ അനിൽ ഇന്ദിവരം അധ്യക്ഷത വഹിക്കും. കൃഷി വകുപ്പ് മന്ത്രി P പ്രസാദ് ഉദ്ഘാടനം ചെയ്യും. SN ട്രസ്റ്റ് ബോർഡ് അംഗം പ്രീതി നടേശൻ ക്ഷേത്ര സമർപ്പണം നടത്തും. ചേർത്തല നഗരസഭാ ചെയർപേഴ്സൺ ഷേർലി ഭാർഗവൻ പ്രതിഷ്ഠാ സന്ദേശം നൽകും. മേഖലാ ചെയർമാൻ KP നടരാജൻ മുഖ്യപ്രഭാഷണം നടത്തും. ചേർത്തല SNDP യൂണിയൻ അഡ്മിനിസ്ട്രേറ്റർ T അനിയപ്പൻ മുഖ്യാതിഥിയായി പങ്കെടുക്കും. ചേർത്തല മേഖലാ കൺവീനർ PD ഗഗാറിൻ ഗുരു സന്ദേശം നൽകും. തുടർന്ന് ശാഖാ ഭാരവാഹികളെയും ആദരിക്കുമെന്ന പ്രതിഷ്ഠാ വാർഷിക ആഘോഷ കമ്മിറ്റി ചെയർമാൻ അനിൽ ഇന്ദിവരം, ജനറൽ കൺവീനർ P പ്രസന്നൻ, പ്രസിഡന്റ് PS സന്തോഷ് കുമാർ, സെക്രട്ടറി C സോമനാഥൻ, കമ്മിറ്റി അംഗവും യൂണിറ്റ് കൺവീനറുമായ V സന്തോഷ് എന്നിവർ ചേർത്തലയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ടൈം ന്യൂസ്, ചേർത്തല. വിൻസെന്റ് ഡി പോൾ കോക്കമംഗലം ഏരിയ കൗൺസിലിന്റെ 12ാമത് വാർഷികാഘോഷവും കുടുംബസംഗമവും നടന്നു. സെന്റ് വിൻസെന്റ് ഡി പോൾ സൊസൈറ്റിയുടെ കൊക്കമംഗലം ഏരിയ കൗൺസിലിന്റെ 12ാമത് വാർഷികവും കുടുംബസംഗമവും നടന്നു. സെന്റ് തോമസ് പാരിഷ് ഹാളിൽ നടന്ന കുടുംബസംഗമവും വാർഷികവും എറണാകുളം സെൻട്രൽ കൗൺസിൽ പ്രസിഡന്റ് ബ്രദർ ബെൻലി താടിക്കാരൻ ഉദ്ഘാടനം ചെയ്തു. AC മുൻ പ്രസിഡന്റ് ബ്രദർ ജോൺസൺ പറമ്പൻ ആമുഖ പ്രഭാഷണം നടത്തി. പ്രസിഡന്റ് ഇൻചാർജ് ബ്രദർ ടോമിച്ചൻ ഇണ്ടിക്കുഴിയിൽ അധ്യക്ഷത വഹിച്ചു. കോക്കമംഗലം ACയുടെ ആധ്യാത്മിക ഉപദേഷ്ടാവ് റവറൻ ഫാദർ ആന്റണി ഇരവിമംഗലം അനുഗ്രഹ പ്രഭാഷണം നടത്തി.
തുടർന്ന് വിൻസെഷ്യൽ അംഗങ്ങളുടെ പ്രതിജ്ഞ പുതുക്കൽ നടന്നു. KRCC വനിതാ പ്രതിനിധി സിസ്റ്റർ ദീപ മനു, സോണൽ കോർഡിനേറ്റർ ബ്രദർ വർഗീസ് കാലായ്ക്കൽ, പള്ളിപ്പുറം AC പ്രസിഡന്റ് ബ്രദർ സാബു ചാക്കോ, നിയുക്ത മുട്ടം AC പ്രസിഡന്റ് സിസ്റ്റർ സിബില ജോസ് പൊന്നേഴുത്ത തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. നിയുക്ത AC പ്രസിഡന്റ് ബ്രദർ തങ്കച്ചൻ തോട്ടങ്കര സത്യപ്രതിജ്ഞ ചെയ്തു. AC വൈസ് പ്രസിഡന്റ് ബ്രദർ പാസ്കൽ പൂവത്തുങ്കൽ സമ്മാനദാനകർമ്മം നിർവഹിച്ചു. കോക്കമംഗലം കോൺഫറൻസ് പ്രസിഡന്റ് മാത്യു ജേക്കബ് കണ്ണാട്ടുകളത്തിൽ സ്വാഗതവും AC സെക്രട്ടറി ബ്രദർ VM ജോസഫ് വടക്കേവളി റിപ്പോർട്ടും, AC ട്രഷറർ ബ്രദർ മാത്യു പുന്നക്കൽ കണക്കും, AC യൂത്ത് പ്രതിനിധി ബ്രദർ ലിജോ ചേങ്ങോട്ടുതറയിൽ കൃതജ്ഞതയും രേഖപ്പെടുത്തി. ടൈം ന്യൂസ് ചേർത്തല. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അറബിക്കടലിൽ കണ്ണൂർ അഴീക്കലടുത്ത് തീപിടിച്ച സിംഗപ്പൂർ കപ്പലിലെ ഗ്യാസ് ടാങ്കറും സുരക്ഷാ ബോട്ടും ആലപ്പുഴ ജില്ലയുടെ തീരത്തടിഞ്ഞു. ആലപ്പുഴ ബീച്ചിൽ കുളിക്കുന്നതിനിടെ തിരയിൽപ്പെട്ട് കാണാതായ വിദ്യാർത്ഥിയുടെ മൃതദേഹം കണ്ടെത്തി. നൂറനാട് താമരക്കുളത്ത് പന്നിക്ക് വെച്ച കെണിയിൽ വീണ കർഷകൻ മരിച്ചു. താമരക്കുളം കിഴക്കേമുറി പുത്തൻചന്ത പ്രസന്ന ഭവനത്തിൽ ശിവൻകുട്ടി കെ പിള്ളയാണ് മരിച്ചത്. കാലവർഷം തുടരുന്നതോടെ ആലപ്പുഴ ജില്ലയുടെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി തുടങ്ങി. ഗ്രാമീണ റോഡുകളിൽ പലയിടത്തും വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.